എൻ പ്രശാന്ത് IAS സസ്പെൻഷൻ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് പരിഗണിച്ച് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വിമർശനത്തിന്റെ പേരിലാണ് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധി 6 മാസം തികയുമ്പോഴാണ് നടപടി പിൻവലിക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് ചീഫ് സെക്രട്ടറി പ്രശാന്തിന്റെ ഹിയറിംഗ് നടത്തിയിരുന്നു. സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ വിമർശിച്ചിട്ടില്ല എന്നാണ് പ്രശാന്തിന്റെ വാദം. സസ്പെൻഷൻ കാലാവധി 6 മാസം പിന്നിട്ടാൽ കേന്ദ്ര പേഴ്സണൽ ട്രെയിനിംഗ് മന്ത്രാലയത്തിൽ നിന്ന് സർക്കാരിനോട് വിശദീകരണം ആരായാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ശുപാർശ ചീഫ് സെക്രട്ടറി കൈമാറിയതെന്നാണ് സൂചന. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരിവയ്ക്കുകയാണ് പതിവ്. സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ പ്രശാന്തിന് കൃഷിവകുപ്പിൽ തന്നെ നിയമനം നൽകേണ്ടിവരും. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി ഇരിക്കെയാണ് പ്രശാന്ത് നടപടി നേരിട്ടത്. പ്രശാന്ത് കൃഷിവകുപ്പിൽ നിയമിതനായിട്ട് 2 വർഷം തികഞ്ഞിട്ടില്ല. 2 വർഷം തികയാതെ ഡോക്ടർ B അശോകിനെ ട്രാൻസ്ഫർ ചെയ്തത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ കേസിൽ ചീഫ് സെക്രട്ടറി കോടതി അലക്ഷ്യം നേരിടുന്നുമുണ്ട്. 24 തിരുവനന്തപുരം.